ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിന് സ്വാഗതം. ഇന്നത്തെ വിഷയം അനീഷിൻ്റെ വിങ്സും പിന്നെ അനുമോളും നെവിനും തമ്മിലുള്ള ഇഷ്യൂ ആണ് കാണുന്നത് നമ്മൾ. എന്താ വിഷയം എന്ന് വെച്ചാൽ അനീഷിൻ്റെ വിങ്സ് കാണുന്നില്ല. അപ്പോൾ അനീഷ് കുറേ അന്വേഷിച്ച് നോക്കി, എന്നിട്ട് കിട്ടിയില്ല. ലാസ്റ്റ് അത് ആര്യൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് ഇത് സൂക്ഷിച്ച് വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മളവിടെ കാണുന്നത് നെവിനെയാണ്. നെവിൻ പറയുന്നുണ്ട് രാവിലെ നെവിൻ ഗോതമ്പ് ഇന്നലെ പരത്തി വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ ഇത് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയതിൽ നെവിൻ ജസ്റ്റ് തൊട്ട് നോക്കി. അപ്പോൾ അത് അനു ആദിലയും കൂടി തടഞ്ഞു എന്നാണ് ലെവലിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നെവിൻ പറയുന്നുണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഹാർഡാണോ സോഫ്റ്റ് ആണോ, ഞാൻ നല്ല പരത്തി വെച്ചതല്ല, അത് ഹാർഡാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന്. നെവിൻ പറയുന്നുണ്ട് അനുമോൾ അത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു, അപ്പോൾ അതിൻ്റെ ഇത് സോഫ്റ്റ്നെസ് പോയി, അത് ഹാർഡായി മാറി എന്നൊക്കെയാണ് നെവിൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നെവിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് അനൂസ് കിച്ചൺ ആണോ, നെവിൻ ഉണ്ടാക്കിയ മാവ് തൊട്ട് നോക്കുന്നത് എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്യൂസ് ആണ്. അങ്ങനെ അക്ബറും അബിയും തമ്മിലുള്ള ഡിസ്കഷൻസ് വരുന്നുണ്ട്. ടീമിലെ എല്ലാവരും കൂടിയിട്ട്, മീൻസ് കുടുംബങ്ങളിലെ എല്ലാവരും കൂടിയിട്ടുള്ള ഡിസ്കഷൻ അവിടെ കാണുന്നുണ്ട്. നെവിനെ മാറ്റി നിർത്തണമെന്നൊക്കെ ഒരു സംസാരം വരുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട് ഹൈജീനിക്കിൻ്റെ റിലേറ്റഡ് കാര്യങ്ങളാണെങ്കിൽ ഞാൻ തന്നെ അതിൽ തടയുള്ളൂ, കാരണം കൈ കഴുകി വൃത്തിയായിട്ട് മാത്രമേ അതിൽ തൊടാനൊക്കെ പാടുള്ളൂ എന്ന്. പക്ഷെ അല്ലാതെ നെവിൻ്റെ അടുത്ത് തൊടണ്ടെന്ന് പറയാനായിട്ട് ഒരു അവകാശമില്ലയെന്ന് അക്ബർ അപ്പാനിയുടെ അടുത്ത് പറയുന്നുണ്ട്. ക്യാപ്റ്റൻ എന്താ അതിനനുസരിച്ച് പറയാതെ അത് കറക്റ്റായിട്ട് തിരുത്തണം എന്നൊക്കെ അനുമോളുടെ അടുത്ത് പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. നെവിൻ പറയുന്നുണ്ട് അനുമോൾ എന്താ ഇവിടുത്തെ കിച്ചൺ റാണിയാണോ, അനുമോൾക്ക് മാത്രമേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നെവിൻ പറഞ്ഞു ഇന്നലെ അനുമോൾ ഒറ്റയ്ക്ക് ഒരു ഉള്ളിവടയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, ഞാനും കഴിച്ചു, എന്നിട്ട് എനിക്ക് കൂടി തന്നപ്പോൾ ഞാനത് കഴിച്ചില്ല, അതെന്ത് കള്ളത്തരല്ലേ, അതെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അബിയൊക്കെ ചോദിക്കുന്നു അപ്പം നീ എന്താ ഇന്നലെ പറയാതിരുന്ന് പറയുമ്പോൾ എന്നെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കണം, ഞാൻ ഇങ്ങനെ അവസരം വരുമ്പോൾ ഞാനിങ്ങനെ മാറ്റി പറയും എന്നൊക്കെ നെവിൻ തന്നെ ഇവരോടൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ആദില നൂറയുടെ കാര്യം പറയുന്നുണ്ട്. ആദില നൂറ പറയുന്നത് ഇപ്പോൾ ആദില ചെയ്യുന്ന തെറ്റിന് ആദിലാന്ന് മാത്രം പറയണം, നൂറിനെ ഉൾപ്പെടുത്തണ്ട. ഇന്നത്തെ ഇഷ്യൂവിൽ ആദിലയാണ് നെവിൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചത്, പക്ഷേ ആദില നൂറ എന്നാണ് പറയണേന്നൊക്കെ പറയുന്നുണ്ട്, അതങ്ങനെ ചെയ്യണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അപ്പാനി പറയുന്നുണ്ട് ഞാൻ ചെയ്ത എന്താ തെറ്റ്, അനുമോൾ ഒരുപാട് അവിടെ ഉണ്ടാക്കുന്നുണ്ട്, കുറേ കഷ്ടപ്പെടുന്നുണ്ട്, അപ്പോൾ ആ ആളോടായിട്ട് എപ്പോഴും തല്ല് കൂടണോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റിയാണ് അനുവിൻ്റെ എന്നൊക്കെ, ആൾ നല്ല രീതിയിൽ അവിടെയുള്ളവർക്കൊക്കെ നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട്, ഒരാൾക്കും കുറവ് വരാതെ എന്നൊക്കെ പറയുന്നുണ്ട്. അബി ചോദിക്കുന്നുണ്ട് അവളല്ല അവിടെ ഭരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പാനി പറയുന്നത് അവൾ അവിടെ കുക്ക് ചെയ്യുന്ന രീതിക്ക് നിൽക്കുന്നുണ്ട്, അവൾ ഒരുപാട് പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, വയറ് നിറയ്ക്കുന്നുണ്ട്, അപ്പോൾ അത് അനുവിൻ്റെ നല്ലൊരു ക്വാളിറ്റിയാണ്, അപ്പം ഞാൻ എന്ത് പറയാനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നെവിൻ പറയുന്നുണ്ട് ഞാൻ ഇന്നലെ കൈക്ക് വയ്യാതെ ഒക്കെ കിടപ്പായിരുന്നു, എന്നിട്ട് ഞാനിന്ന് ജസ്റ്റ് തൊട്ട് നോക്കിയതാണ്, അതിനാണ് ഇങ്ങനെ ഇത്ര ഇഷ്യൂസ് ആകുന്നത്, ഞാനും കിച്ചൺ ടീമിലുള്ളതല്ലേ എന്നാണ് നെവിൻ ചോദിക്കുന്നത്. അപ്പോൾ അപ്പാനി പറയുന്നുണ്ട് നെവിന് കൈക്ക് വയ്യ എന്ന് ഇന്നലെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, ഇന്ന് രാവിലെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നെവിൻ്റെ അടുത്ത് നെവിനെ വിളിക്കണ്ടാന്ന് ബാക്കിയുള്ള ടീമിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കൈക്ക് വയ്യാത്തത് കാരണം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അപ്പാനി പറയുന്നുണ്ട് രേണ ഇന്നലെ വന്നിട്ട് ചോദിച്ചു പഴംപൊരി ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ ചോദിച്ചു എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്കതുപോലെ ചെയ്യാമെന്ന്. അപ്പോൾ ചോദിക്കുക അതെന്താ അങ്ങനെ, അബി ചോദിക്കുന്നുണ്ട്. അബി പറയുന്നത് വെച്ചാൽ മെജോറിറ്റി നോക്കിയിട്ട് മാത്രമാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ അപ്പാനി പറയുന്നത് ഞങ്ങൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടാണ്, അതിൽ ആർക്കെങ്കിലും താല്പര്യം ഇല്ലെങ്കിൽ ആ ആളുടെ കൂടെ നിൽക്കുള്ളൂ എന്നാണ് സംസാരിച്ചിട്ടുള്ളത്, അത് അവർ ഓൾറെഡി സംസാരിച്ച് വെച്ചതാണ്. അപ്പോൾ അതിൽ ടീമിൽ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് ഞാനത് ഓക്കെ അല്ല എന്ന് തന്നെ പറയുള്ളൂ, അല്ലാതെ ഞങ്ങൾ അങ്ങനെയാണ് സംസാരിച്ചതെന്നാണ് അപ്പാനി പറയുന്നത്. അപ്പോൾ ശാരിക പറയുന്നുണ്ട് 6 പേർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഞാനും മുന്നോട്ട് പോകുള്ളൂ, അനുമോൾക്ക് ഓക്കെ അല്ലെങ്കിൽ ഞാനും അത് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അബി പറയുന്നത് മെജോറിറ്റി നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ കോഫിയുടെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാനവാസും ജിസേലും കൂടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ പറയുന്നുണ്ട് അപ്പാനി ചോദിച്ചു ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ല അത് കോഫി നിങ്ങളെങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയത്, അതെവിടെയും മാറ്റി വെച്ചത്, എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അപ്പാനിയുടെ അടുത്ത് നമ്മൾ തൊടരുതെന്ന് പറയുമ്പോൾ തൊട്ടാൽ പ്രോബ്ലം എന്ന് ചോദിക്കണം, അപ്പാനിയുടെ അടുത്ത് പറയേണ്ടത് അത് നൂറയ്ക്കും അതിലേക്കും പറഞ്ഞ് തിരുത്തി കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ വഴക്കുണ്ടാകുമ്പോൾ എല്ലാവർക്കും ന്യായമായിട്ടുള്ള കാര്യം വേണം പറയാനായിട്ട്. അപ്പോൾ അപ്പാനി വന്നിട്ട് നൂറ അതിലൂടെ സംസാരിക്കുന്നുണ്ട്, അവരുടെ അടുത്ത് പോയി പറയുന്നുണ്ട് നിങ്ങൾ നല്ല രീതിയിലൊക്കെ സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നെവിൻ്റെ അടുത്തായാലും ഇങ്ങനെ സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട് എന്താ അവൻ VIP ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പാനി പറയുന്നുണ്ട് കിച്ചൺ ടീമിൽ കോർഡിനേഷൻ ഇല്ല, പിന്നെ നമ്മൾ നന്നായി ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷേ നമുക്ക് കോർഡിനേഷൻ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ തമ്മിൽ തെറ്റിക്കാനായിട്ട് പല രീതിയിൽ നോക്കുന്നുണ്ട്, അപ്പോൾ നമ്മളത് സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നൂറ അതിലും പറയുന്നുണ്ട്
ഇപ്പോൾ ആദിലയാണോ നൂറാണോ ചെയ്ത ഇഷ്യൂസ് ഉണ്ടെന്ന് വെച്ചാൽ അവരാരാന്ന് വെച്ചാൽ കറക്റ്റായിട്ട് അവരുടെ പേര് പറയണമെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ ഞാൻ ചെയ്ത തെറ്റിന് നൂറേനെ തെറ്റ് പറയരുത്, ഞാൻ എൻ്റെ പേരാണ് പറയണം എന്നൊക്കെ ശരത്തിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അപ്പാനി കിച്ചൺ ടീമിലുള്ളവരെല്ലാവരെയും വിളിച്ചിട്ട് പറയുന്നുണ്ട്, "അനുമോ നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഒരാൾ വരുമ്പോൾ ഇങ്ങനെ വേണ്ടാന്നൊന്നും പറയരുത്. ആൾ എന്തിനാണ് വന്നതെന്നൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട്." അപ്പോൾ പറയുന്നുണ്ട്, "ഞാൻ തെറ്റ് കണ്ടാൽ തിരുത്തും. ആ തെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും പ്രായമായില്ലേ, എന്തിനാണ് എപ്പളും എപ്പളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യം?" എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പാനി ഇതിലൊക്കെ നല്ല രീതിയിൽ നല്ല സൗമ്യമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അപ്പാനി പറയുന്നത്, "നമ്മൾ രണ്ടുപേരെ തെറ്റിക്കാനാണ് ഇവർ നോക്കുന്നത്. പക്ഷെ ഞാൻ ഇവിടെ മിണ്ടാതിരിക്കുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്യൂസ് അവിടെ പൊന്തി വരുന്നുണ്ട്. നീ ഇവിടെ നന്നായ രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഇവിടെ ഒരു പ്രശ്നത്തിനും വരാറില്ല. എല്ലാവരും നല്ല രീതിയിൽ പോകണം, നന്നായി ഫുഡ് കഴിക്കണമെന്നാണ് എൻ്റെ മൈൻഡിലുള്ളതെന്നൊക്കെ അപ്പാനി അനുമോളുടെ അടുത്തും ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അനുമോൾ പറയുന്നുണ്ട്, "നിവിന് ഇത്രയും ബോധമില്ലേ, ഫുഡ് എല്ലാവർക്കും കൊടുക്കണ്ടേ, ഒരാൾ മാത്രം മാറി നിൽക്കുന്നത്, ഞാനൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെ ചെയ്യുന്നത്" എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അപ്പാൻ്റെ അടുത്ത്, "ചേട്ടൻ ഇവിടെ നന്മമാരായിട്ടാണോ കളിക്കുന്നത്? നമുക്ക് എന്താ മിസ്റ്റേക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് അവരുടെ അടുത്ത് പറയണം, എന്തിനാണ് ഇങ്ങനെ നിൽക്കണേ എന്നൊക്കെ ചോദിക്കുന്നത്." എന്നിട്ട് അനുമോൾ പറയുന്നത്, "നമ്മൾ കിച്ചൺ ടീമിലുള്ളത് കൊണ്ട് മാത്രമാണ് അപ്പാൻ ചേട്ടൻ ഇപ്പം എൻ്റെ അടുത്ത് അധികമൊന്നും പറയാത്തത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പാണ്, ഗ്രൂപ്പീസൊക്കെ കളിക്കുന്നുണ്ടെന്നൊക്കെ അനുവിടെ കറക്റ്റായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പാനേൻ്റെ അടുത്ത്. അനു ഉള്ളത് ഉള്ളത് പോലെ പറയും. അതിനുശേഷം അപ്പാൻ ചോദിക്കുന്നുണ്ട്, "ഒനിയിലും അബിയൊക്കെ എങ്ങനെയാണെന്നൊക്കെ അനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്." അപ്പം അനുമോൾ പറയുന്നത്, "ഒനിയിൽ നല്ല എൻ്റെ അടുത്ത് നല്ല ഡീസൻ്റായിട്ട് സംസാരിക്കുന്നത്" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അപ്പാനി പറയുന്നുണ്ട്, "നല്ല സുഹൃത്താണെന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട്, നിൻ്റെ ഒപ്പം നിൽക്കുന്നത് തന്നെയാണ് നിനക്ക് അത്ര നല്ല ആൾക്കാരല്ല, അത്ര ജെന്യൂൻ അല്ല, എല്ലാവരും നിനക്ക് പണി വെക്കുന്നുണ്ട്, ഞാനത് ഓപ്പണായിട്ട് പറയണമെന്നാണ് പറയുന്നത്." അപ്പോൾ അനു ചെയ്യുന്നത്, "ഞാൻ എല്ലാവരുടെ അടുത്തും ഓപ്പണായിട്ട് പറയും, പറയേണ്ട കാര്യം ഞാൻ പറയും, അല്ലാതെ ഇങ്ങനെ ചെയ്യുന്നത്." അപ്പോൾ പറയുന്നു, പനി പറയുന്നുണ്ട്, "നീ കുറേ മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ടെന്ന്" പറഞ്ഞു. അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട്, "ഞാൻ എന്ത് മിസ്റ്റേക്കാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അപ്പാനി പറഞ്ഞു, "നീ അന്ന് മൊണ്ണാന്ന് വിളിച്ചത്, നീ എന്തിനാ എല്ലാവരും മൊണ്ണാന്ന് വിളിച്ചത്?" അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, "ഞാൻ എല്ലാവരും മുഖത്ത് നോക്കിയിട്ട് മൊണ്ണ മൊണ്ണാന്നല്ലല്ലോ വിളിച്ചത്, ഞാൻ മാറി നിന്നിട്ടല്ലേ വിളിച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ എല്ലാവരുടെ അടുത്ത് പറഞ്ഞോ, പിന്നെ അതെന്തിനാണ് വിളിച്ചത്, നിന്നോട് ആരെങ്കിലും വിളിക്കാനായിട്ട് പറഞ്ഞതെന്ന്" എനിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദില നൂറയ്ക്ക് അത് കേട്ടിട്ട് ചിരി വരുന്നുണ്ട്. ഇവരുടെ അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, "ഞാൻ അത് കാര്യമുള്ളത് കൊണ്ടാണ് ഞാൻ മൊണ്ണാന്ന് വിളിച്ചത്" എന്നൊക്കെ പറയുന്നത്.